ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നോർമലായിട്ടുള്ള ഒരു സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. സെൻറ്റർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക് കൂടുതലും ഫ്രണ്ട് കുറവുള്ളൊരു ബ്ലൗസാണ്. നമ്മൾ രണ്ട് ടൈപ്പ് ബ്ലൗസ് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലൊരു ടൈപ്പാണിത്. ഇത് നമ്മൾ ബാക്ക് പീസ് വെച്ചതിന് ശേഷം നെക്കും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പും കൊടുക്കും. ഇതെല്ലാം ഞാൻ ലൈൻ ചെയ്താണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആളോ ബ്ലൗസിലെ ആം ഹോളുമായിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കറക്റ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ വെട്ടിയെടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഫോൾഡഡ് സൈഡാണ് നമ്മുടെ വശത്തേക്ക് ഇരുന്നെങ്കിൽ ഇത് ഓപ്പൺ സൈഡാണ് നമ്മൾ തുണി തിരിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കിൽ വെട്ടിയെടുത്ത പീസ് വെച്ചിട്ട് നമ്മൾ നെക്കും ആം ഹോളും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്ത് ചെസ്റ്റിൻ്റെ സൈഡിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ, തയ്യൽ തുമ്പ് വരുന്ന സൈഡിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്ത് നമ്മളൊരു ലൈൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ചെയ്യും. അതിനുശേഷം അളവ് ബ്ലൗസിൽ നിന്നും ടക്ക് പോയിൻറ്റും മെയിൻ ഡാർട്ടിൻ്റെ ലെങ്തും മാർക്ക് ചെയ്ത് അതും നമ്മളൊന്ന് ലൈൻ ചെയ്ത് വരയ്ക്കും. എന്നതിന് ശേഷം ഹുക്ക് പടിയുടെ അവിടുന്ന് എത്ര വീതിയാണോ വരുന്നതെന്ന് നമ്മൾ നോക്കും. എന്നതിന് ശേഷമാണ് മെയിൻ ഡാർട്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ വീതിയും മാർക്ക് ചെയ്ത് ഹുക്കിൻ്റെ സൈഡിലേക്ക് 1 ഇഞ്ചും തയ്യൽ തുമ്പ് വരുന്ന സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കും. മെയിൻ ഡാർട്ടും നമ്മൾ വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഹുക്കിൻ്റെ സൈഡിലേക്ക് ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പിലും ഹാം ഹോളിൻ്റെ സൈഡിലേക്ക് ഒരു 1.25 ഗ്യാപ്പിലും ഒരു ഡാർട്ട് വരയ്ക്കും. പിന്നെ നെക്കിൻ്റെ അവിടേക്ക് ഒരു 1/4 ഇഞ്ച് നമ്മൾ സ്ലാൻഡ് ചെയ്താണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിനൊക്കെ കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ആം ഹോളും 1/2 ഇഞ്ച് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അളവ് ബ്ലൗസിൽ നോക്കിയിട്ടാണ് നമ്മൾ കുഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഡാർട്ട് വരുന്ന ഭാഗമെല്ലാം നമ്മൾ നോച്ചസ് കൊടുക്കും. പിന്നെ സ്ലീവ് എടുത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ കറക്റ്റായിട്ടുള്ള ലെങ്തും വിട്ടും എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സെയിം ലൈൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ വെട്ടിയെടുത്ത് ബാക്ക് പീസിൽ ആം ഹോളുമായിട്ട് കറക്റ്റ് ആവുന്നുണ്ട് ചെക്ക് ചെയ്യും. അത് കറക്റ്റായതിന് ശേഷം മാത്രം നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് വെട്ടിയെടുക്കുന്നതാണ്. പിന്നീട് എടുക്കേണ്ടത് വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത് നമ്മൾ വെട്ടിയെടുത്ത ബാക്ക് പീസും ഫ്രണ്ട് പീസും വെച്ച് ലെങ്ത് അളന്നെടുത്തതിന് ശേഷം അളവ് ബ്ലൗസിലെ വേസ്റ്റ് ബാൻഡിൻ്റെ വീതി എത്രയാണോ വേണ്ടുന്നതെന്ന് നോക്കിയിട്ട് നമ്മളൊരു 7 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 7 ഇഞ്ച് തയ്യൽ തുമ്പും വരുന്ന കണക്കൊരു മാർക്ക് കൊടുക്കും. എന്നിട്ട് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്യും. 2 സൈഡിൽ 4 ഇഞ്ചാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ സൈഡിലേക്ക് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നിടത്ത് ഒരു സ്ലാൻഡിങ് പോലെ ലൈൻ കൊടുത്താണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു 4 ഇഞ്ച് സ്ലാൻഡിങ് ആണ് കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഡാർട്ട് പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ ഒരു 1 ഇഞ്ച് താത്തിട്ട് ഇതുപോലെ കേർവ് ചെയ്ത് നമ്മൾ വെട്ടിയെടുക്കും. അതിന് വേണ്ടുന്ന എക്സ്ട്രാ പീസും നമ്മൾ ഈ തുണിയിൽ നിന്ന് വെട്ടിയെടുക്കും. പിന്നെ ബാക്കിലേക്ക് നമുക്ക് പതിച്ചടിക്കേണ്ട ഒരു 2 ഇഞ്ച് പീസും നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടുന്ന ക്രോസ് പീസെല്ലാം നമ്മൾ ഒരു 1 ഇഞ്ച് അകലത്തിൽ വെട്ടിയെടുക്കും. വെട്ടിയെടുത്ത പീസുകളെല്ലാം ഹുക്ക് പടിയും ഐപ്പടിയും നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. വെട്ടിയെടുത്ത പീസുകളെല്ലാം നമ്മൾ അളവ് ബ്ലൗസായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് സ്റ്റിച്ചിങ്ങിനായി കൊണ്ടുപോകും. കട്ടിങ് എല്ലാം കഴിഞ്ഞു.